ഹലോ. ദീമഹി മോളുടെ പിറന്നനാളിൻ്റെ ഞങ്ങൾ കോഴിക്കോടുള്ള ഒരു വൃദ്ധസദനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചു. അവിടുത്തെ അന്തേവാസികളായിട്ട് ആ മധുരമൊക്കെ പങ്കുവെച്ചു. ഞങ്ങൾ വൈകിട്ടായിരുന്നു പോയത്. ഒരു ചായയും ഒരു സ്നാക്സൊക്കെ അവർക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങളിത് എങ്ങനെ ചെയ്തു എന്നും പറയാനല്ല കേട്ടോ ഞാൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം, എന്തോ ഒരു വിഷമമായിരുന്നു എന്നറിയോ. ആ അമ്മമാരും അച്ഛന്മാരെയൊക്കെ അവിടെ കണ്ടപ്പോൾ, ഈ വാവേനെ കണ്ടപ്പോഴേ അവർ വാവേൻ്റെ അടുത്തേക്ക് വരികയും അവളെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. ശരിക്കും അവർ ചിലപ്പോൾ അവരെ ഫാമിലീനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അവരെ വീട്ടിലും ഇങ്ങനത്തെ കുഞ്ഞുവാവയൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ അവർക്ക് ഓർമ്മ വന്ന് കാണും. എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് അവരോട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആ കേക്കൊക്കെ ഷെയർ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അവർക്കിവിടെ സുഖമാണ്, അവർക്ക് 3 നേരം ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, നല്ലോണം ഞങ്ങൾ അവരെ നോക്കുന്നുണ്ടെന്ന്. സത്യമാണ്, അവർ നന്നായിട്ട് നോക്കുന്നുണ്ട്. അവിടെ കുറച്ച് കിടപ്പ് രോഗികളൊക്കെ ഉണ്ട്. അവർ സ്വന്തം അമ്മമാരെ നോക്കും പോലെ നോക്കുന്നുണ്ട് അവർ. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 3-4 നേരം ഫുഡൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ സുഖിച്ചിരിക്കുന്നതിനേക്കാളും ചിലപ്പോൾ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഇഷ്ടമുണ്ടാവുക ഒരു നേരം ചമ്മന്തിയും ചോറാണെങ്കിലും അത് തൻ്റെ സ്വന്തം മക്കളെ കൂടെ ഇരുന്ന് കഴിക്കാനും അവരോടൊപ്പം ചിരിച്ച് കളിച്ച് അവരെ കൂടെ കഴിയാനായിരിക്കില്ല ഇഷ്ടമുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ മക്കളുണ്ടാവാൻ പാടില്ല. പിന്നെ എനിക്ക് അവരെ ആരെയും ഫേസ് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്തിനാ, എവിടെയെങ്കിലും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഇരുന്ന് ആ വീഡിയോ കണ്ടിട്ട് കാണാനിട വന്നാൽ വെറുതെ എന്തിനാ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നത്. അവിടുന്ന് ഇറങ്ങുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു. ഞാൻ ആ അമ്മമാരെ അച്ഛന്മാരെയൊക്കെ എൻ്റെ മുഖമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊരു മകളാണ്, ഞാനൊരു അമ്മയാണ്. അങ്ങനെ ഞാൻ വണ്ടിയിൽ തിരിച്ച് വരുമ്പോൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ നല്ല കരച്ചിലോട് കൂടി ഞാൻ എൻ്റെ മോനോട് ചോദിക്കുന്നത്, മോനെ നാളെ നീ അമ്മേനെ അവിടെ കൊണ്ടുവിടുമോ? ഈ അമ്മമാരും അച്ഛന്മാരും ഉള്ള പോലെ നാളെ എനിക്കും കഴിയേണ്ടി വരുമോ? നീ അവിടെ കൊണ്ടുവിടണ്ടാവൂലേ എന്ന്. അപ്പോൾ അവനെനിക്ക് മറുപടി തന്നത് എന്താണെന്നറിയോ? അവനെന്നോടൊരു ചോദ്യം ചോദിച്ചു, അമ്മമ്മേനെയും അമ്മച്ചനെയും അച്ഛമ്മേനെയൊക്കെ എവിടെ കൊണ്ടുവിടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞാൻ അവരെ പൊന്നുപോലെ നോക്കും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലാന്ന്. അപ്പോൾ അവനെൻ്റെ ചോദ്യത്തിന് മറുപടി തന്നു. എന്താണെന്നറിയോ? എന്നാൽ ഞാൻ അമ്മേനെ ഇവിടെ കൊണ്ടുവിടൂലാന്ന്. മനസ്സിലായില്ലേ? നമ്മളെ അച്ഛനമ്മമാരെ സ്നേഹിച്ച് അവരെ നോക്കുന്നത് കണ്ടിട്ടാണ് മക്കൾ നമ്മളെ സ്നേഹിക്കുക. പിന്നെ പ്രായമായവരെ നോക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള മക്കളുണ്ടാവും. അവരെ ഉദ്ദേശിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഈ അമ്മമാരെ അവിടെ കൊണ്ടാക്കുന്ന മക്കളെ പറ്റി മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എൻ്റെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള അപാകതകളൊക്കെ ക്ഷമിച്ച് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.